ഫ്രം എ കിങ്ഡം ടു എൻ എംപയർ എന്ന 7ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. CBSE 6ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയാണ്. അതിൽ റോഷൻസ് റുപ്പീസ് എന്ന ഒരു സ്റ്റോറിയിലൂടെയാണ് ഇത് തുടങ്ങുന്നത്. റോഷൻ ക്ലച്ച്ഡ് ദ ക്രിസ്പ് നോട്ട്സ് ദാറ്റ് ഹർ ഗ്രാൻഡ് ഫാദർ ഗേവ് ഹർ ഓൺ ഹർ ബർത്ത്ഡേ. ഗ്രാൻഡ് ഫാദർ റോഷന് അവളുടെ ബർത്ത്ഡേക്ക് നല്ല പടയ്ക്കുന്ന നോട്ടുകൾ, നല്ല ക്രിസ്പ് നോട്ട്സ് കൊടുത്തു, കാശ് കൊടുത്തു. വെൽ ഷി ബാഡ്ലി വാണ്ടഡ് ടു ബൈ എ ന്യൂ CD. ഷി ഓൾസോ വാണ്ടഡ് ടു ജസ്റ്റ് സീ ആൻഡ് ഫീൽ ദ ബ്രാൻഡ് ന്യൂ നോട്ട്സ്. അവളുടെ ഒരു CD വാങ്ങണമെന്ന് അവൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അതിനു മുമ്പ് ആ നോട്ട്സിനെ ആ പൈസയെ, ആ ബ്രാൻഡ് ന്യൂ നോട്ട്സിനെ ഒന്ന് നോക്കാനായി സൂക്ഷിച്ച് നോക്കുകയാണ് അവൾ. It was then she noticed that all of them had a similar face of Gandhiji printed on the right സൈഡിൽ ഗാന്ധിജിയുടെ ഒരു ചിരിക്കുന്ന ഫോട്ടോയുണ്ട്. എല്ലാ നോട്ടിലും അവൾ കണ്ടു. ആൻഡ് എ ടൈനി സെറ്റ് ഓഫ് ലയൻസ് ഓൺ ദ ലെഫ്റ്റ്. ഒരു ടൈനി സെറ്റ് ഓഫ് ലയൻസിൻ്റെ ഒരു ഫോട്ടോ ലെഫ്റ്റ് സൈഡിലും കണ്ടു. വാട്ട് വേർ ദ ലയൻസ് ദെയർ ഫോർ? എന്തിനാണ് ഈ ലയൻസിനെ ആ ഒരു ലെഫ്റ്റ് കോർണറിൽ വെച്ചിരിക്കുന്നത്? ആൻഡ് ഷീ വണ്ടേർഡ്. അവൾ ആശ്ചര്യപ്പെടുകയാണ്. ഈ ലയൻ്റെ ഈ സിമ്പിളും നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഈ ചാപ്റ്ററുമായിട്ട് ഒരു റിലേഷനുണ്ട്. അതുകൊണ്ടാണ് ഈ പാഠം ഈ ഒരു കഥ കൊണ്ട് തുടങ്ങിയത്. ലൈൻസ് ദാറ്റ് വി സീ ഇൻ ആർ നോട്ട്സ് ആൻഡ് കോയിൻസ് ഹാവ് എ ലോങ് ഹിസ്റ്ററി. നമ്മൾ നമ്മുടെ കോയിനിലും നോട്ടിലൊക്കെ കാണുന്ന ഈ ലൈൻസിന് ഒരു വലിയ പുറകോട്ട് പോകുമ്പോൾ വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. ആൻഡ് they were carved in stones. സ്റ്റോണിൽ കൊത്തിയെടുത്ത, വലിയ കല്ലിൽ കൊത്തിയെടുത്ത രൂപങ്ങളാണിത്. ആൻഡ് പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് എ മാസീവ് സ്റ്റോൺ പില്ലർ അറ്റ് സർനാഥ്. സർനാഥിൽ വലിയൊരു പില്ലറിൻ്റെ മുകളിൽ കല്ലിൽ കൊത്തിവെച്ച ഒരു സ്റ്റോണാണ് ഈ ലൈൻസ്. about which you read in chapter 6. ചാപ്റ്റർ 6 സർനാഥിനെ കുറിച്ച് നമ്മൾ ബുദ്ധിസത്തിനെ കുറിച്ച് പഠിച്ചു നമ്മൾ. അശോക വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൂളേഴ്സ് നോൺ ടു ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ അറിയപ്പെടുന്ന ഒരു ഗ്രേറ്റസ്റ്റ് റൂളറായിരുന്നു അശോക. ആൻഡ് ഓൺ ഹിസ് ഇൻസ്ക്രിപ്ഷൻസ് വെർ ഇൻസ്ക്രൈബ്ഡ് ഓൺ പില്ലേഴ്സ് ആസ് വെൽ ആസ് ഓൺ റോക്ക് സർഫേസസ്. റോക്കിൻ്റെ സർഫേസസിലും അതുപോലെ തന്നെ പില്ലറിലുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ റൂൾസ് അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ക്രൈബ് ചെയ്തിരുന്നു, കൊത്തിവെച്ചിരുന്നു. ബിഫോർ വി ഫൈൻഡ് ഔട്ട് വാട്ട് വാസ് റിട്ടൺ ഇൻ ദീസ് ഇൻസ്ക്രിപ്ഷൻസ്, ഈ ഇൻസ്ക്രിപ്ഷൻസിൽ, ഈ കൊത്തിവെച്ചിരിക്കുന്നതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പഠിക്കുന്നതിന് മുമ്പ് ലെറ്റ് us see why his kingdom was called an empire. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ഒരു എംപയർ, ഒരു സാമ്രാജ്യം എന്ന് വിളിച്ചത് എന്ന് നമ്മൾക്ക് പഠിക്കാം. ദി എംപയർ ദാറ്റ് അശോക റൂൾഡ് വാസ് ഫൗണ്ട് ബൈ ഹിസ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ചന്ദ്രഗുപ്ത മൗര്യ ആണ് അശോകൻ്റെ ആ സാമ്രാജ്യം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത്. മോർ ദാൻ 2300 years ago. 2300 വർഷങ്ങൾക്ക് മുമ്പ്. ചന്ദ്രഗുപ്ത വാസ് സപ്പോർട്ടഡ് ബൈ എ വൈസ് മാൻ. വളരെ വിവേകമുള്ള, നല്ല ബുദ്ധിശാലിയായ ഒരു മനുഷ്യൻ ഈ ചന്ദ്രഗുപ്തനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ചാണക്യ, അല്ലെങ്കിൽ കൗട്ടില്യ എന്നും പറയും. കൗട്ടില്യ. മെനി ഓഫ് ചാണക്യൻ്റെ ഐഡിയാസ് വേർ റിട്ടൺ ഇൻ എ ബുക്ക്. ഒരു ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ആ ബുക്കിൻ്റെ പേരാണ് അർത്ഥശാസ്ത്ര. നമുക്ക് നോക്കാം ഡൈനാസ്റ്റി എന്നാൽ എന്താണെന്ന്. When members of the same family become rulers one after another, the family is often called a dynasty. ഒരു ഫാമിലിയിലെ അപ്പൻ, ഫാദർ, പിന്നെ അത് കഴിഞ്ഞ സണ്ണ്, പിന്നെ സണ്ണിൻ്റെ സണ്ണ്, അങ്ങനെ ഓരോരുത്തരായിട്ട് കിങ് ആയിട്ട് മാറുമ്പോൾ, റൂളറായി മാറുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഡൈനാസ്റ്റി എന്ന്. മൗര്യാസ് വേറെ ഡൈനാസ്റ്റി. മൗര്യാസ് ഒരു ഡൈനാസ്റ്റി ആയിരുന്നു വിത്ത് 3 important റൂളേഴ്സ് അവരുടെ ഡൈനാസ്റ്റിയിലുണ്ടായിരുന്നു. ചന്ദ്രഗുപ്ത ഫാദർ, ഹിസ് സൺ ബിന്ദുസാര,
അതുപോലെ തന്നെ ബിന്ദുസാര സൺ അശോക, അങ്ങനെ അച്ഛൻ, പിന്നെ അച്ഛൻ്റെ മകൻ, പിന്നെ മകൻ്റെ മകൻ, അങ്ങനെ ഓരോരുത്തരായിട്ട് പോകുന്ന ആ ഒരു സ്റ്റൈൽ ഓഫ് റൂളിങ്ങിനെയാണ് പറയുന്നത് ഡൈനാസ്റ്റി എന്ന്. ദർ വാസ് സെവറൽ സിറ്റീസ് ഇൻ ദ എംപയറിൽ, അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ ഒരുപാട് സിറ്റീസ് ഉണ്ടായിരുന്നു. മാർക്ക്ഡ് വിത്ത് ബ്ലാക്ക് ഡോട്ട്സ് ഓൺ ദ മാപ്പിൽ ബ്ലാക്ക് ഡോട്ടായിട്ട് ഇവിടെ ഒരെണ്ണം കാണാം, ഇവിടെ കാണാം, പിന്നെ 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 ഇത് ഇവിടെ കാണാം. അപ്പോൾ ഇത് പട്ലിപുത്ര, ഇത് ഉജ്ജയിൻ, ഇത് തച്ചില, ഇതെല്ലാം അവരുടെ മെയിൻ സിറ്റീസാണ്. ദീസ് ഇൻക്ലൂഡഡ് ക്യാപിറ്റൽ പട്ലിപുത്ര ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു. പിന്നെ തക്ഷില, ഉജ്ജയിൻ, അങ്ങനെ ഉള്ള സിറ്റികളുണ്ടായിരുന്നു. തക്ഷില വാസ് എ ഗേറ്റ് വേ ടു ദ നോർത്ത് വെസ്റ്റിലോട്ടുള്ള ഒരു ഗേറ്റ് വേ ആണ് ഈ തക്ഷില, ഇൻക്ലൂഡിങ് സെൻട്രൽ ഏഷ്യയിലോട്ടും നോർത്ത് വെസ്റ്റിലോട്ടുള്ള ഗേറ്റ് വേ തക്ഷില. വൈൽ ഉജ്ജയിൻ ലേ ഓൺ ദ റൂട്ട് ഫ്രം നോർത്ത് ടു ദ സൗത്ത് ഇന്ത്യ, നോർത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലോട്ടുള്ള റൂട്ടിലാണ് ഈ ഉജ്ജയിൻ ഉള്ളത്. ആൻഡ് merchants, officials, craftspersons probably lived in these cities. ഈ സിറ്റീസിൽ മെർച്ചൻസും കച്ചവടക്കാരും ഒഫീഷ്യൽസും ക്രാഫ്റ്റ്സ് പേഴ്സൺസും ഒക്കെയാണ് ഇവിടെ ജീവിച്ചിരുന്നത് മെയിനായിട്ട്. The places where inscriptions of Ashoka have been found are marked in red dots. റെഡ് ഡോട്ടിൽ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം അശോകൻ്റെ ഇൻസ്ക്രിപ്ഷൻസ് കണ്ട, കൊത്തിവെച്ച ശിലാഫലകങ്ങൾ കണ്ട, അല്ലെങ്കിൽ വലിയ വലിയ റോക്കിൽ അദ്ദേഹത്തിൻ്റെ ഓർഡേഴ്സ്, റൂൾസ് എല്ലാം കൊത്തിവെച്ച അങ്ങനെ കണ്ട സ്ഥലങ്ങളാണ് ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ വരണം. ഈ കാൽസി, പിന്നെ അത് മീററ്റ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ വലിയ വലിയ റോക്കിൽ കുത്തിവെച്ചിട്ടുണ്ട്. ഈ കാൽസി ഉത്തരാഖണ്ഡിലെ ദെഹ്റാദൂണിൽ ഒരു വലിയ റോക്കിൽ കൊത്തിവെച്ചതാണ്. അങ്ങനെയുള്ള ഇതെല്ലാം ഈ റെഡ് ഡോട്ട്സ് കാണുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ ഇൻസ്ക്രിപ്ഷൻസ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ കിങ്ഡം അല്ലെങ്കിൽ ഈ എംപയർ എത്ര വലുതായിരുന്നു എന്ന്. സബ് കോണ്ടിനെൻ്റ് ഓൾമോസ്റ്റ് ഓൾ പാർട്സിൽ അദ്ദേഹത്തിൻ്റെ എംപയർ ഉണ്ടായിരുന്നു. ദീസ് വർ ഇൻക്ലൂഡഡ് വിത്തിൻ ദ എംപയർ. ഈ റെഡ് ഡോട്ട്സ് എല്ലാം ഓൾ ഇൻക്ലൂഡഡ് വിത്തിൻ അശോകാസ് എംപയർ. നെയിം ദ കൺട്രീസ് വെയർ അശോകാസ് ഇൻസ്ക്രിപ്ഷൻസ് ഹാവ് ബീൻ ഫൗണ്ട്. ഇന്ത്യ അല്ലാതെ മറ്റ് നെയ്ബറിങ് കൺട്രീസിൽ വരെ അദ്ദേഹത്തിൻ്റെ ഇൻസ്ക്രിപ്ഷൻസ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനിലൊക്കെ വരെയുണ്ട്. ആൻഡ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്സ് വെയർ ഔട്ട്സൈഡ് ദ എംപയർ. ഈ എംപയറിൽ ഇല്ലാതെ ഏതൊക്കെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. ഇൻ അതർ ഏരിയാസ് ദെർ വർ വില്ലേജസ് ഓഫ് ഫാർമേഴ്സ് ആൻഡ് ഹെർഡേഴ്സ്. മറ്റ് ഏരിയാസിൽ വില്ലേജസ് ഉണ്ടായിരുന്നു, ഫാർമേഴ്സിൻ്റെയും ഹെർഡേഴ്സിൻ്റെയും ഒക്കെ. In some areas such as central India there were forests. സെൻട്രൽ ഇന്ത്യയിൽ ഫോറസ്റ്റ് ഉണ്ടായിരുന്നു, വലിയ കാടുകളുണ്ടായിരുന്നു. പീപ്പിൾ ഗ്യാതേർഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആൻഡ് ഹണ്ടഡ് ആനിമൽസ് ഫോർ ഫുഡിന് വേണ്ടി ആനിമൽസിനെ ഹണ്ട് ചെയ്തു, ഫോറസ്റ്റ് പ്രൊഡ്യൂസൊക്കെ കളക്ട് ചെയ്തു. പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ എംപയർ സ്പോക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. ഇത്ര വലിയ എംപയർ ആയതുകൊണ്ട് ഡിഫറെൻറ്റ് പാർട്സ് എംപയറിൻ്റെ ഈ പല പാർട്സിലുള്ളവരും പല ലാംഗ്വേജസാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രോബബിളി 8 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡ്. അവരുടെ ഭക്ഷണ രീതികൾ വരെ ഡിഫറെൻ്റ് ആയിരുന്നു. ആൻഡ് വോർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്ലോത്ത്സ് ആസ് വെൽ. പല തരത്തിലുള്ള ക്ലോത്തുകളായിരുന്നു ഈ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ എംപയറിൽ അവിടുത്തെ ജനങ്ങൾ ധരിച്ചിരുന്നത്. ഹൗ ആർ എംപയർസ് ഡിഫറെൻറ്റ് ഫ്രം കിങ്ഡംസ്. കിങ്ഡത്തിൽ നിന്ന് എംപയറിന് എന്താണ് വ്യത്യാസം? എംപറേഴ്സ് നീഡ് മോർ റിസോഴ്സസ് ദാൻ കിങ്സ്. ഈ എംപയർ ഭരിക്കുന്ന എംപറേഴ്സിന് കിങ്സിനെക്കാളും, കിങ്ഡം ഭരിക്കുന്ന കിങ്ങിനെക്കാളും ഒരുപാട് റിസോഴ്സസ് വേണം, പൈസ വേണം, മറ്റ് മെറ്റീരിയൽസ് വേണം. ബിക്കോസ് എംപയേഴ്സ് ആർ ലാർജർ ദാൻ കിങ്ഡംസ്. കിങ്ഡത്തിനേക്കാളും ഒരുപാട് വലുതാണ് ഈ സാമ്രാജ്യം, എംപയർ. ആൻഡ് നീഡ് ടു ബി പ്രൊട്ടക്റ്റഡ് ബൈ ബിഗ് ആർമീസ്. ഒരുപാട് വലിയ ആർമി വേണം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. സോ ദേ നീഡ് എ ലാർജർ നമ്പർ ഓഫ് ഒഫീഷ്യൽ ടു കളക്ട് ടാക്സസ്. ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഒഫീഷ്യൽസ് വേണം അവർക്ക് ഒരുപാട് ആൾക്കാർ ജോലിക്കാരായിട്ട് വേണം.
റൂളിങ് ദ എംപയർ. എങ്ങനെയാണ് ഈ എംപയറിനെ റൂൾ ചെയ്തത്? ആസ് ദ എംപയർ വാസ് സോ ലാർജ്, ഒരുപാട് വലുതായിരുന്നു. ഡിഫറെൻറ്റ് പാർട്സ് വെർ റൂൾ ഡിഫറെൻ്റ്ലി. ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ എംപയർ വെർ ബീൻ റൂൾ ഡിഫറെൻ്റ്ലി. ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോ എംപയറിനെയും പാർട്ടായിട്ടാണ് റൂൾ ചെയ്തത്, ഭരിച്ചത്. ദ ഏരിയ അറൗണ്ട് പട്ടലിപുത്ര, അതായത് ഇപ്പോഴത്തെ ബീഹാറിൻ്റെ ആ ഏരിയയിലുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന എംപയർ വാസ് അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദ എംപററിൻ്റെ ഡയറക്റ്റ് കൺട്രോളിലായിരുന്നു. ദിസ് മെൻ ദാറ്റ് officials were appointed to collect taxes from farmers, herders, craftspersons, traders who lived in the villages and towns in the area. ആ ഏരിയയിൽ, പട്ടലിപുത്രയുടെ ഏരിയയിൽ, അവിടെ വില്ലേജസിലും ടൗൺസിലും താമസിച്ചിരുന്ന ഫാർമേഴ്സിൽ നിന്നും, ഹേർഡേഴ്സിൽ നിന്നും, ക്രാഫ്റ്റ് പേഴ്സൺസും ട്രേഡേഴ്സിൽ നിന്നൊക്കെ ഡയറക്റ്റായിട്ട് ഈ എംപറർ ഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്യായിരുന്നു ത്രൂ ദെയർ ഒഫീഷ്യൽസ്, ത്രൂ ഹിസ് ഒഫീഷ്യൽസ്. Officials also punished those who disobeyed the ruler's orders. റൂളേഴ്സിൻ്റെ ഓർഡർ ഡിസൊബേ ചെയ്യുന്ന, അതായത് അനുസരിക്കാത്തവരെ ഈ ഒഫീഷ്യൽസ് പണിഷ് ചെയ്തിരുന്നു, ശിക്ഷിച്ചിരുന്നു. മെനി ഓഫ് ദീസ് ഒഫീഷ്യൽസ് were given salaries. ഈ ഒഫീഷ്യൽസിന് സാലറിയും കൊടുത്തിരുന്നു റൂളർ. Messengers were sent to and fro and spies kept a watch on the officials. അതായത് മെസ്സഞ്ചേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മെസ്സഞ്ചേഴ്സിനെ പറഞ്ഞു വിടുമായിരുന്നു. അതുപോലെ തന്നെ ചാരന്മാർ, സ്പൈസിനെയും അവർ വെച്ചിരുന്നു. ദേ വിൽ ഹാവ് എൻ ഒബ്സർവേഷൻ ഓൺ ഒഫീഷ്യൽസിന്, ഈ അധികാരികളെ ഒബ്സർവ് ചെയ്യാനായിട്ട് ചാരന്മാരും ഉണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ദി എംപറർ സൂപ്പർവൈസ് ദം ഓൾ. എംപറർ ഇവരെ എല്ലാവരും സൂപ്പർവൈസ് ചെയ്തിരുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദ റോയൽ ഫാമിലി. ആ രാജാവിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ വെച്ചുകൊണ്ട് ഇവരെല്ലാവരെയും ഈ എംപറർ സൂപ്പർവൈസ് ചെയ്തു, ഒബ്സർവ് ചെയ്തു. ആൻഡ് സീനിയർ മിനിസ്റ്റേഴ്സ്, വലിയ സീനിയർ മിനിസ്റ്റേഴ്സ് എല്ലാം ഇവരെല്ലാവരെയും ഒബ്സർവ് ചെയ്യാനായിട്ട് ഡെപ്യൂട്ട് ചെയ്തിരുന്നു. ദർ വർ അതർ ഏരിയാസ് ഓഫ് ഓർ പ്രൊവിൻസസ്, മറ്റ് ഏരിയാസ് ഉണ്ടായിരുന്നു. പ്രൊവിൻസസ് ആയിട്ടായിരുന്നു അതിനെ ഡിവൈഡ് ചെയ്തിരുന്നത്. ഈച്ച് ഓഫ് ദീസ് വാസ് റൂൾഡ് ഫ്രം എ പ്രൊവിൻഷ്യൽ ക്യാപിറ്റൽ. ഒരു പ്രൊവിൻഷ്യൽ ക്യാപിറ്റലിൽ നിന്നായിരുന്നു ആ ഏരിയനെ, ആ പ്രൊവിൻസസിനെ, ആ ഏരിയാസിനെ റൂൾ ചെയ്തിരുന്നത്. സച്ച് ആസ് തക്സില ഓർ ഉജ്ജയിൻ. തക്സിലയിൽ നിന്ന് അല്ലെങ്കിൽ ഉജ്ജയിനിൽ നിന്നാണ് മറ്റുള്ള ഏരിയാസിനെ, മറ്റുള്ള പ്രൊവിൻസസിനെ റൂൾ ചെയ്തത്. ഓൾദോ ദർ വാസ് സം എമൗണ്ട് ഓഫ് കൺട്രോൾ ഫ്രം പട്ടലിപുത്ര, ദ റോയൽ പ്രിൻസസ് വെർ ഓഫൻ സെൻറ്റ് as ഗവർണേഴ്സ്. ലോക്കൽ കസ്റ്റംസ് ആൻഡ് റൂൾസ് വെർ പ്രോബബ്ലി ഫോളോഡ്. അപ്പോൾ മെയിനായിട്ട് റൂളിങ് നടന്നതെന്ന് പറഞ്ഞാൽ പട്ടലിപുത്രയിൽ നിന്നാണ്. എന്നിരുന്നാലും റോയൽ പ്രിൻസസ്, രാജകുമാരന്മാരെ ഈ ഗവർണർമാരാക്കിയിട്ട് ഈ പ്രൊവിൻസസിലോട്ടായിരിക്കും അവരവിടെ കാര്യങ്ങളെല്ലാം, കസ്റ്റംസും റൂൾസും അതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. ബിസൈഡ്സ് ദർ വർ വാസ്റ്റ് ഏരിയാസ് ബിറ്റ്വീൻ ദീസ് സെൻറ്റേഴ്സ്. ഈ സെൻറ്റേഴ്സിൽ തമ്മിൽ ഇടയ്ക്ക് ഒരുപാട് വലിയ ഏരിയയാണ്. ഹിയർ മൗര്യാസ് ട്രൈ ടു കൺട്രോൾ റോഡ്സ് ആൻഡ് റിവേഴ്സ്. ഈ മൗര്യാസ് റോഡ്സും റിവേഴ്സും ഒക്കെ കൺട്രോൾ ചെയ്തു. ആൻഡ് വിച്ച് വെർ ഇമ്പോർട്ടൻറ്റ് ഫോർ ട്രാൻസ്പോർട്ട്, അത് ട്രാൻസ്പോർട്ടിനും ആൻഡ് ടു കളക്ട് വാട്ട് എവർ റിസോഴ്സസ് വെർ അവൈലബിൾ ആസ് ടാക്സ് ആൻഡ് ട്രിബ്യൂട്ട്. ടാക്സും ട്രിബ്യൂട്ടും ആയിട്ട് കിട്ടിയ സാധനങ്ങളെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാനും കളക്ട് ചെയ്യാനും അത് എത്തേണ്ടവിടെ എത്തിക്കാനൊക്കെ ഈ റോഡ്സും റിവേഴ്സുമാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അതിലെല്ലാം ഈ മൗര്യാസിൻ്റെ എംപററിൻ്റെ കൺട്രോൾ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, അർത്ഥശാസ്ത്ര ടെൽസ് us that north west was important for blankets. നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് അത് ബ്ലാങ്കറ്റ്സിന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആൻഡ് സൗത്ത് ഇന്ത്യ ഫോർ ഗോൾഡ് ആൻഡ് പ്രീഷ്യസ് സ്റ്റോൺസ്. സൗത്ത് ഇന്ത്യ ഗോൾഡും പ്രീഷ്യസ് സ്റ്റോൺസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്നെല്ലാം സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യണം. അതിന് റോഡും ഈ റിവേഴ്സ് എല്ലാമാണ് ഉപയോഗിച്ചിരുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദീസ് റിസോഴ്സസ് വെർ കളക്റ്റഡ് ആസ് ട്രിബ്യൂട്ട്. അപ്പോൾ ട്രിബ്യൂട്ടായിട്ടും ഒരുപാട് റിസോഴ്സസ് അവർ കളക്ട് ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് ഈ ട്രിബ്യൂട്ട്? അൺലൈക്ക് ടാക്സസ് പോലല്ല ഇത്. വിച്ച് വെർ കളക്റ്റഡ് ഫ്രം എ റെഗുലർ ബേസിസിൽ ടാക്സസ് കളക്ട് ചെയ്തിരുന്നു. ട്രിബ്യൂട്ട് വാസ് കളക്റ്റഡ് ആസ് ആൻഡ് വെൻ ഇറ്റ് വാസ് പോസിബിൾ ഫ്രം പീപ്പിൾ ഹൂ ഗേവ് എ വെറൈറ്റി ഓഫ് തിങ്സ് മോർ ഓർ ലെസ് വില്ലിംഗ് ആയിട്ട് രാജാവിന്, എംപററിന് ആൾക്കാർ കൊടുക്കുന്ന തിങ്സാണ് ഈ
എപ്പോഴൊക്കെ അവരുടെ അടുത്തുണ്ടോ അപ്പോൾ അവർക്ക് കൊടുക്കാം. അതിനെയാണ് ട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ദർ വർ ഓൾസോ ദി ഫോറസ്റ്റഡ് റീജിയൻസ് ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് റീജിയൻസ്, പീപ്പിൾ ലിവിങ് ഇൻ ദീസ് ഏരിയാസ് വെർ മോർ ഓർ ലെസ് ഇൻഡിപെൻഡൻറ്റ്. അവർ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ആൻഡ് ബട്ട് മേ ഹാവ് ബീൻ എക്സ്പെക്റ്റഡ് ടു പ്രൊവൈഡ് എലഫൻസ്, ടിമ്പർ, ഹണി, വാക്സ് ടു മൗര്യൻ ഒഫീഷ്യൽസ്. ഈ രാജാവിൻ്റെ ഒഫീഷ്യൽസിന്, മൗര്യൻ ഒഫീഷ്യൽസിന് ആനയും, ടിമ്പർ എന്ന് പറഞ്ഞാൽ ഈ മരം, അതുപോലെ തന്നെ ഹണിയും വാക്സൊക്കെ കൊടുക്കണം. ദി എംപറർ ആൻഡ് ദ ക്യാപിറ്റൽ സിറ്റി. എംപററും ക്യാപിറ്റൽ സിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. മെഗസ്തീൻസ് വാസ് an ambassador who was sent to the court of Chandragupta by Greek ruler of West Asia named Seleucus Nicator. ഈ ഗ്രീക്ക് റൂളർ ചന്ദ്രഗുപ്തയുടെ കോർട്ടിലോട്ട്, ചന്ദ്രഗുപ്തയുടെ അടുത്തോട്ട് ഒരു അംബാസഡറെ അയക്കുകയാണ്. ആ അംബാസഡറിൻ്റെ പേരാണ് മെഗസ്തീൻസ്. മെഗസ്തീൻസ് റോട്ട് എൻ അക്കൗണ്ട് അബൌട്ട് വാട്ട് ഹി സോ. അദ്ദേഹം കണ്ട കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് ഹിസ് ഡിസ്ക്രിപ്ഷൻ. അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തതിൻ്റെ ഒരു പാർട്ടാണ് ഇവിടെ പറയുന്നത്. The occasions on which the emperor appears in the public were celebrated with grand royal processions. വലിയ റാലി, എപ്പോഴെങ്കിലും എംപറർ പബ്ലിക്കിൻ്റെ മുമ്പിൽ വരുമ്പോൾ വലിയ റാലി പോലെയാണ്, അത് ഭയങ്കര ഇതായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. ഹീസ് ക്യാരീഡ് ഇൻ എ ഗോൾഡൻ പലാങ്ക്വിൻ. ഒരു വലിയ ഗോൾഡൻ പല്ലക്കിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിരുന്നത്. ഹിസ് ഗാർഡ്സ് റൈഡ് ദി എലിഫൻസ് ഡെക്കറേറ്റഡ് വിത്ത് ഗോൾഡ് ആൻഡ് സിൽവർ. അദ്ദേഹത്തിൻ്റെ ഗാർഡ് എലഫൻസിനെ ഡെക്കറേറ്റ് ചെയ്ത് ഗോൾഡും സിൽവറൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ നടത്തും. സം ഓഫ് the guards carry trees on which live birds, including flock of trained parrots, circle about the head of the emperor. എംപററിൻ്റെ ഹെഡിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ട്രെയിൻ ചെയ്ത പാരറ്റ്സും, അതിന് ഇരിക്കാനുള്ള കേവും, അതിൻ്റെ കേജൊക്കെ കൂടിയാണ്. വലിയ ട്രീയിൽ അതിൽ ലൈവ് ബേർഡ്സൊക്കെ ഇരിക്കും. അത് രാജാവിന് വട്ടമിട്ട് പറക്കും. അങ്ങനെ വലിയൊരു സെലിബ്രേഷനാണ് കിങ് ജനങ്ങളെ കാണാനായിട്ട് ഇറങ്ങുമ്പോൾ നടക്കുന്നത്. കിങ് ഈസ് നോർമലി സറൗണ്ടഡ് ബൈ ആംഡ് വിമൻ. സ്ത്രീകൾ, അതായത് ആയുധധാരികളായ സ്ത്രീകളാണ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് രാജാവിന് ചുറ്റുമുള്ളത്. ഹീ ഈസ് അഫ്രെയ്ഡ് ദാറ്റ് സം വൺ മേ ട്രൈ ടു കിൽ ഹിം. അപ്പോൾ രാജാവിന് പേടിയാണ് ആരെങ്കിലും അദ്ദേഹത്തെ കൊല്ലുമെന്ന്. He has special servants to taste food before he eats. ആ രാജാവ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആ ഭക്ഷണം ആരെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കി വിഷമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് രാജാവ് കഴിക്കുകയുള്ളൂ. നെവർ സ്ലീപ്സ് ഇൻ ദ സെയിം ബെഡ്റൂം ഫോർ 2 nights. 2 ദിവസം 2 നൈറ്റ് ഒരേ ബെഡ്റൂമിൽ അദ്ദേഹം ഉറങ്ങാറില്ല, മാറിക്കൊണ്ടിരിക്കും ബെഡ്റൂം. ആൻഡ് അബൌട്ട് പട്ടലിപുത്ര, മോഡേൺ പട്ന, ഇപ്പോഴത്തെ പട്നയെക്കുറിച്ച് എന്താണ് പറയുന്നത്? ദിസ് ഈസ് എ ലാർജ് ആൻഡ് ബ്യൂട്ടിഫുൾ സിറ്റി. വളരെ ബ്യൂട്ടിഫുള്ളായ വലിയ സിറ്റിയാണ്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ മാസീവ് വാൾ. വലിയൊരു വാൾ അതിന് ചുറ്റുമുണ്ട്, ഒരു മതിൽ അതിന് ചുറ്റുമുണ്ട്. അബൌട്ട് 570 ടവേഴ്സ് ഉണ്ട് അതിൽ, ആൻഡ് 64 ഗേറ്റ്സ് ഉണ്ട്. ആൻഡ് ദ ഹൗസസ് 2 and 3 story, 2 നിലയോ 3 നിലയുള്ള വീടുകളുണ്ട്. ആർ ബിൽറ്റ് ഇൻ വുഡ് ആൻഡ് മഡ് ബ്രിക്ക് കൊണ്ടോ വുഡ് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയ വലിയ ഹൗസസ് ഉണ്ട്. ദ കിങ്സ് പാലസ് ഈസ് ഓൾസോ ഓഫ് വുഡ്. കിങ്ങിൻ്റെ പാലസും വുഡ് കൊണ്ട് ഉണ്ടാക്കിയാണ്. ആൻഡ് ഡെക്കറേറ്റഡ് വിത്ത് സ്റ്റോൺ കാർവിങ്സ്. സ്റ്റോൺ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സറൗണ്ടഡ് വിത്ത് ഗാർഡൻസ് ആൻഡ് എൻക്ലോഷേഴ്സ് ഫോർ കീപ്പിംഗ് ബേർഡ്സ്. ഗാർഡൻസ് ഉണ്ട്, പിന്നെ ഈ ബേർഡ്സിനെ കീപ്പ് ചെയ്യാനുള്ള എൻക്ലോഷേഴ്സ് ഉണ്ട്, കേജസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പട്ടണയെക്കുറിച്ച് പറയുന്നു. ഡു യു തിങ്ക് കിങ് ഹാഡ് സ്പെഷ്യൽ സെർവൻസ് ടു ടേസ്റ്റ് ഫുഡ് ഹി എയ്റ്റ്? രാജാവ് കഴിക്കുന്ന ഭക്ഷണം ടേസ്റ്റ് ചെയ്യാനായിട്ട് സ്പെഷ്യൽ സെർവൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇൻ വാട്ട് വേസ് പട്ടലിപുത്ര ഡിഫറെൻറ്റ് ഫ്രം മോഹൻജദാരോ? മോഹൻജദാരയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് പട്ടലിപുത്രയ്ക്കുള്ളത്? അപ്പോൾ ഇനി അടുത്ത പാട്ട് നമുക്ക് അടുത്ത ലെക്ചറിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.